നമസ്കാരം. ഇന്ന് കർക്കിടകം 9 അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ നിന്നും ശ്രീരാമാഭിഷേകം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ഒരിക്കൽ ദശരഥ മഹാരാജാവ് തൻ്റെ വാർദ്ധക്യം മൂലമുള്ള ആകുലതകളും ശ്രീരാമനെ ഭരണ ചുമതലകൾ ഏൽപ്പിക്കണമെന്നുള്ള ആഗ്രഹവും വസിഷ്ഠ മഹർഷിയോട് പങ്കുവച്ചു. അതിനുവേണ്ടി ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ചെയ്യാനും മഹാരാജാക്കന്മാരെ ക്ഷണിക്കാനുമുള്ള ചുമതല വസിഷ്ഠ മഹർഷി സുമന്ത്രരെ ഏൽപ്പിച്ചു. ശേഷം ഇക്കാര്യം രാമനെ നേരിട്ടറിയിക്കാനായി തേരിൽ ശ്രീരാമന്റെ മനോഹരമായ വാസഗൃഹത്തിലെത്തി. പിറ്റേന്ന് അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നുവെന്നും ഉപവാസവും ബ്രഹ്മചര്യവും പാലിച്ച് പുലർച്ചെ കൊട്ടാരത്തിൽ വന്നു ചേരണമെന്നും വസിഷ്ഠ മഹർഷി രാമനെ അറിയിക്കുന്നു. വാർത്തയറിഞ്ഞ ആനന്ദപൂർവ്വം ശ്രീരാമൻ അത് രഹസ്യമായി ലക്ഷ്മണനെയും അറിയിച്ചു. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമന്റെ അഭിഷേകത്തെക്കുറിച്ചും അതിനുള്ള പൂജാവിധികളെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ട് ഒരു പരിചാരകൻ ആ സന്തോഷവാർത്ത കൗസല്യയെയും സുമിത്രയെയും ചെന്നറിയിക്കുന്നു. സത്യനിഷ്ഠനാണെങ്കിലും കൈകേയിക്ക് വശംവദനാണ് ദശരഥൻ എന്നതിൽ തെല്ലൊരാശങ്കയോടെ കൗസല്യ തൻ്റെ പുത്രന്റെ ഉയർച്ചയ്ക്കായി ലക്ഷ്മീദേവിയെ പൂജിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാണ് അയോധ്യാകാണ്ഡത്തിലെ ശ്രീരാമാഭിഷേകം ആരംഭം എന്ന ഭാഗത്തിൽ പരാമർശിക്കുന്നത്. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. എങ്കിലോ രാജാ ദശരഥനെ ഗദാ സങ്കലിതാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെ. എങ്കിലും ഉൾപൂവിലോർത്തു നിയോഗിക്കയും വേണം. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വത്പാദപങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വത്പാദതീർത്ഥവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാനിന്നവനാകുന്നതെന്നതുമിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരിണീലിക്കാലമത്രേ ജനിച്ചിതു നിശ്ചയം.
ദേവകാര്യാർത്ഥം സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും യുദ്ധമവതരിച്ചിടിന ശ്രീപതേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ.